PM ശ്രീ പദ്ധതി മരവിപ്പിച്ച് കത്തയച്ചതിന് പിന്നാലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ രൂക്ഷമായി വിമർശിച്ച് മന്ത്രി വി ശിവൻകുട്ടി. RSSനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് ശിവൻകുട്ടി തുറന്നടിച്ചു. ഒരു പ്രകോപനത്തിലും വീഴാൻ CPI ഇല്ലെന്നും വി ശിവൻകുട്ടി ഇത്രയും പ്രകോപിതനാകാൻ കാരണമറിയില്ല എന്നുമായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മറുപടി. PM ശ്രീ പൊളിറ്റ് ബ്യൂറോയിൽ ചർച്ചയായോ എന്ന ചോദ്യത്തോട് മുഖ്യമന്ത്രി ക്ഷുഭിതനായി. റിപ്പോർട്ട്. PM ശ്രീ പദ്ധതി മരവിപ്പിക്കാൻ കത്തയച്ചതോടെ CPI തർക്കം അവസാനിക്കുമെന്നാണ് കരുതിയത്. എന്നാൽ പുതിയ വിവാദം തുടങ്ങുകയായിരുന്നു. കത്തയച്ചത് LDFന്റെ രാഷ്ട്രീയ വിജയമെന്ന ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന തള്ളിക്കൊണ്ടാണ് വി ശിവൻകുട്ടിയുടെ പ്രതികരണം. ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് ഇടതുപക്ഷാശയം പഠിക്കേണ്ട ഗതികേട് CPMനില്ല. മന്ത്രിസഭാ ഉപസമിതിയെപ്പോലും ബിനോയ് വിശ്വം പുച്ഛത്തോടെയാണ് കണ്ടത്. SSK ഫണ്ട് ഇനി കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രിക്ക് അല്ലെന്നും വി ശിവൻകുട്ടി. ആരെങ്കിലും ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഏതെങ്കിലും ഒരു കൂട്ടരുടെ വിജയമാണ്, വേറെ കൂട്ടരുടെ പരാജയമാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. PM ശ്രീ വിഷയത്തിൽ കത്തയച്ചത് LDF രാഷ്ട്രീയത്തിൻ്റെ വിജയം, ജനഹിതത്തിലുള്ള വാർത്തയാണ് ബിനോയ് വിശ്വം. അത് താഴോട്ട് പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ആരെ പറ്റിയാണ് എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത് സംബന്ധിച്ച് നന്നായി മനസ്സിലാകും. നമ്മളൊന്നും മണ്ടന്മാരൊന്നും അല്ലല്ലോ. എഴുതി തയ്യാറാക്കിയായിരുന്നു മന്ത്രിയുടെ വിമർശനങ്ങൾ. ശിവൻകുട്ടി പ്രകോപിതനാവാൻ കാരണമെന്താണെന്ന് അറിയില്ലെന്നും രാഷ്ട്രീയ ബോധ്യം പഠിപ്പിക്കാൻ താൻ ആളല്ലെന്നും ബിനോയ് വിശ്വത്തിന്റെ മറുപടി. ഇപ്പോൾ ഈ സമയത്ത് സഖാവ് ശിവൻകുട്ടി ഇത്രയും പ്രകോപിതനാകാൻ എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. സഖാവ് ശിവൻകുട്ടിയെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. PM ശ്രീ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല എന്നും മന്ത്രിസഭാ ഉപസമിതി തീരുമാനപ്രകാരം മുന്നോട്ടു പോകുമെന്നും വി ശിവൻകുട്ടി വ്യക്തമാക്കി. ഇതിനിടെ PM ശ്രീ പൊളിറ്റ് ബ്യൂറോയിൽ ചർച്ചയായോ എന്ന ചോദ്യത്തോട് മുഖ്യമന്ത്രി ക്ഷുഭിതനായി. പത്രപ്രവർത്തകനായിട്ട് എത്ര കാലമായെന്നായിരുന്നു മറുചോദ്യം. PM ശ്രീ എന്തെങ്കിലും ചർച്ച ഉണ്ടായോ? 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.